ഈ ഐക്യം തകർക്കാൻ ഇവിടെ ചിലർ ചട്ടം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ട്. പക്ഷെ ഇത്തരം വേദികളിലൊക്കെ പോയ സമസ്തയുടെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ട്. ഇതൊക്കെ വിവരം അറിയേണ്ടി വരും. ഇത്തരം ഭീഷണിക്ക് സമസ്ത വഴങ്ങുമോ? സമസ്തയുടെ ശ്രദ്ധയിൽ ഇത്തരം ഭീഷണികൾ പെട്ടിട്ടുണ്ടോ? സമസ്ത ആരുടെയും ആലയിലല്ല, ഒരു സ്വതന്ത്ര സംഘടനയാണ്. അവരുമായിട്ടും പ്രത്യേക അകൽച്ചയോ പ്രത്യേക അടുപ്പമോ ഇല്ല. സമസ്ത അതിൻ്റെതായ റൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങും. അപ്പോൾ ഈ ഭീഷണി മുഴക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും, നിങ്ങൾ പറഞ്ഞ കക്ഷിക്ക് മാത്രമല്ല പലർക്കും ഭീഷണി മുഴക്കാവുന്നതാണ്. അങ്ങനെ ഇത്തരം പരിപാടികൾ സംബന്ധിച്ചൊഴിക്കുന്ന ആളുകൾക്ക് വേറെയും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അത് സമസ്ത അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകന്മാർ, അതിൻ്റെ നേതാക്കന്മാർ അവരോട് വഴിക്ക് നീങ്ങും. കോഴിക്കോട് യൂത്ത് ലീഗ് നടത്തുന്ന സമരവേദിയിൽ വെച്ചിട്ട് ഒരു ലീഗിന്റെ ഒരു നേതാവ് പ്രസംഗിച്ചിരിക്കുന്നത് സമുദായത്തിന്റെ ദർശനമൊക്കെ നേരത്തെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്, എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ള നേതാക്കന്മാരോടൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിൽ മുമ്പ് അനുസരിച്ചിട്ടുണ്ട്. അത് തൊട്ട് മുമ്പ് പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരമുണ്ട് നിങ്ങൾ ചോദിച്ചതിന്. ആരുമായി ഇന്നത് ചെയ്യുക, എന്നത് പറയാ, ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കാഴ്ചപ്പാട് സമസ്തക്കില്ല. സാന്ദർഭികമായി വിഷയാധിഷ്ഠിതമായിട്ടായിരിക്കും ചിലപ്പോൾ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അതിന് സമസ്തക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്, അതിലൂടെയാണ് മുന്നോട്ട് പോവുക. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിണറായി വിജയനോ എന്നത് അവിടെ പ്രശ്നമല്ല. ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരു ആശയം എന്നാൽക്ക് ഇതിനൊരു അസ്തിത്വം ഉണ്ടാവുമല്ലോ, ആ അസ്തിത്വത്തിലൂടെ മുന്നോട്ട് പോവാം. മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുമായി വേദി പങ്കിട്ടൽ തെറ്റാണെന്നാണ് ലീഗ് നേതൃത്വം വിമർശിച്ചത്. ചില ആളുകൾ പറഞ്ഞല്ലോ, അവർക്ക് ചില ആളുകൾക്ക് ചില ആശയങ്ങൾ വെച്ച് പുലർത്താവുന്നതാണ്. മറുപടി നൽകപ്പെടാറുണ്ട്. ആരുടെ ആചാരം വാങ്ങിയവരാണ്. അങ്ങനെയെങ്കിൽ ആ ആചാരം തിരിച്ചു കൊടുക്കാതെ ഈ സമുദായം നിങ്ങളോട് പൊരുത്തപ്പെടില്ല. 1989 ഉണ്ടായി ഇതേ വാദം. അതുതന്നെ പറഞ്ഞു നടന്നവരായിരുന്നു അവര് തിരിച്ചറിഞ്ഞു തുടങ്ങി. ഒറ്റ കാര്യമാണ് അവർ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത്. അത് ഇതാണ്: കമ്മ്യൂണിസ്റ്റ് ബാന്ധവം സമുദായത്തിൽ നിരീശ്വരവാദികളെ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് തിരിച്ചറിവ് ചില സഹോദരന്മാർക്കെങ്കിലും അവിടുത്തെ പ്രഗത്ഭരായ നേതാക്കൾക്കെങ്കിലും ഉണ്ടായി തുടങ്ങി. അപ്പോഴാണ് ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടി പണിയെടുക്കുന്നത്. എന്താണ് മാർക്സിസ്റ്റുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ആവശ്യം? അങ്ങനെ ഒന്നില്ലല്ലോ, ഞങ്ങൾ ലീഗ് വിരുദ്ധരല്ലല്ലോ എന്ന് പറയുമ്പോഴും ആ വല്ലാഹിയും 89 കേട്ട വല്ലാഹിയാണെന്നേ നമുക്ക് പറയാനുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് CAA നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ആ കരിനിയമത്തിനെതിരെയുള്ള പ്രമേയം പാസാക്കുകയും ചെയ്ത ഒരു നിയമസഭയുടെ അമരക്കാരനായ നമ്മുടെ ഈ മതേതര മൂല്യങ്ങളുടെ കാവലാളായ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി വേദിയിലെ അഭ്യന്തരായ മന്ത്രിമാർ, നേതാക്കൾ, സാംസ്കാരിക പ്രമുഖർ, മതമേലധ്യക്ഷന്മാർ ദീർഘമായി പ്രസംഗിക്കേണ്ട ഒരാവശ്യം ഇപ്പോഴില്ല. നമ്മുടെ രാജ്യത്ത് അഭൂതപൂർവമായ ഒരു സമര പോരാട്ടം ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെയും ഇന്ത്യയുടെ ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ആശയം അതിന്റെ പരസഹസ്രാബ്ദങ്ങളുടെ ചരിത്രത്തിലേക്ക് പോലും പോയാൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് അവിടെ എല്ലാവരും ഒരുമിച്ചു ചേർന്നു നിന്ന ഒരു രാജ്യത്തിന്റെ മനോഹരമായ വഴിയാണ് നമുക്ക് കാണാനാവുക. ഇന്ത്യയുടെ ഈ പുതിയ കാലത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒരു മുഖ്യമന്ത്രി ഇരുന്ന് എഴുതുന്നു, ആത്മവിശ്വാസം കൊടുക്കണം, ഭീതിപ്പെടുത്താൻ പാടില്ല എന്ന് എഴുതുമ്പോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആത്മധൈര്യത്തിന് ഞാൻ ആദ്യം അഭിവാദ്യം അർപ്പിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോ ഇന്ത്യയുടെ ഈ പുതിയ ഭരണകൂടത്തിന് തോൽക്കാതെ തരമില്ല. മുട്ടിലിഴഞ്ഞ് തോൽക്കേണ്ട ഒരു കാലം തൊട്ടടുത്ത് നിൽക്കുന്നു എന്നത് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ ലീഗും CPM ഒരുപോലെയാ? മറ്റു പാർട്ടിക്കാർക്ക് ഒരുപോലെയാ? നമ്മൾ സ്റ്റാൻഡിൽ നിന്നു, നമ്മൾ അഭിമാനത്തോടു കൂടി തലയെടുപ്പോടു കൂടി നിൽക്കുമ്പോ ചവിട്ടിപ്പടി കടന്നു വന്ന ഒരുപോലെ മറ്റുള്ളവരെ കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കരുത് എന്നേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ പാർട്ടിയും ഒരുപോലെ കണ്ട് എല്ലാവരോടും സമവായം എന്ന് പറഞ്ഞ് ഒരു വേള ഞങ്ങൾക്ക് സഹായം കിട്ടുന്നത് CPM-ൽ നിന്നുകൊണ്ടാണ്, മുഖ്യമന്ത്രിയുമായി ഡയറക്റ്റ് ബന്ധം നമുക്കുണ്ടല്ലോ, പിന്നെന്തിന് ലീഗ് എന്ന വിധത്തിലുള്ള പുറങ്കാല് കൊണ്ടുള്ള തട്ടുന്ന ആ നിലപാട് ശരിയല്ല. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള CPM
ഈ രംഗത്ത് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് പൊതുവെ ഒരു സമീപനം സ്വീകരിച്ചത് അത് മുഹമ്മദ് ജിഫിർ മുത്തുപാറ്റങ്ങൾ കലവറയില്ലാതെ പഴുതില്ലാതെ തട്ടിത്തടയിലില്ലാതെ വെട്ടിനിരത്തി കൃത്യമായി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു നാഥനുള്ള കേരളം എന്ന്. ആ അടിസ്ഥാനത്തിൽ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടയെ തൂത്തെറിയുന്നതിൽ മതേതരത്വത്തിന്റെ കൂട്ടായ്മ നമ്മളെല്ലാം ശക്തിപ്പെട്ടു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നതാര 89-ൽ അതേ വാചകമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ രാഷ്ട്രീയമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ലീഗ് വിരുദ്ധരുടെ സഹായം സ്വീകരിച്ചതാരാണ് ഒരു കാലത്ത്? കമ്മ്യൂണിസത്തെ സാമാന്യവൽക്കരിച്ചതാരാ? ആ സാമാന്യവൽക്കരണം തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ചില ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭ്യമാകുമെന്ന് കണ്ട് ആ രീതിയിൽ ഒരു സമീപനം സ്വീകരിച്ചാൽ അത് അപകടമാണ്. സാഹചര്യങ്ങളുടെ സൃഷ്ടിയായി പല ആളുകളും ഒരുപക്ഷെ അങ്ങനെ കമ്മ്യൂണിസത്തിലേക്ക് പോയ ആളുകളുണ്ടാവും. അവരൊരു പക്ഷെ നിരീശ്വരത്വം അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ അതിന്റെ സൈദ്ധാന്തിക ദർശനം പഠിച്ചവരോ ആയിക്കൊള്ളണമെന്നില്ല. അത്തരം ആളുകൾ മതവിശ്വാസികളല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പള്ളിയോട് നമ്മുടെ മദ്രസയോടൊക്കെ സഹകരിക്കുന്ന ആളുകളുണ്ടാവും. അവരെ ഒന്നും വെറുപ്പിക്കുന്ന ഒരു സമീപനം മുമ്പ് മുതലേ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഗവൺമെന്റിനോട് സഹകരിക്കുന്നത്, ഭരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു വിദ്വേഷ സമീപനം സ്വീകരിക്കാതെ നമ്മൾ അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ചെയ്യാറുണ്ട്. അത് നമ്മൾ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു മുന്നണി ഭരിക്കുമ്പോൾ പ്യൂർ കമ്മ്യൂണിസ്റ്റുകളല്ല, കാരണം അതിൽ മതവിശ്വാസികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടൊരു മുന്നണിയാണ് ഭരിക്കുന്നത്. ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ പിന്നിലൂടെ പണിയാണ്. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏറെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒന്നിച്ച് പോയെങ്കിൽ തന്നെ പറ്റുള്ളൂ. അത് പൊളിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിനു വേണ്ടി ആർക്കും കിട്ടിയതില്ല. അപ്പോൾ ചിലരൊക്കെ കിട്ടി, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിൽപ്പെട്ട ചില ആളുകൾ നമ്മുടെ ഈ മാന്യദേഹം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ സംഘികളെ തടുത്തു നിൽക്കാൻ, RSSനെ തടുത്തു നിൽക്കാൻ നമുക്ക് വിശ്വസിക്കാവുന്ന വിഭാഗം അത് CPM ഉള്ളൂ എന്ന്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കല്ലേ മറ്റതൊക്കെ അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നും അറുത്ത് പുറത്ത് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇത് വെറുതെ പറയണല്ല, നമുക്ക് എതിര് പറയണമൊക്കെ CPM ആക്കുന്നതല്ല. വിവേകമുള്ള ആളുകളെല്ലാം ഇപ്പോൾ തെരുവീതിയിലുണ്ട്, തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ആ വിവേകമുള്ള കൂട്ടത്തിൽ ഞാൻ ഈ CPMനെയും കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ കയറി വന്നിട്ടുള്ളത്. വിവേകമുള്ളവരുടെ കൂട്ടത്തിലാണ് അവരുള്ളത്. കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആ വിവേകമുള്ള വ്യക്തി ആയതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ വളരെ വ്യക്തമായും ഈ ഭേദഗതിക്കെതിരെയുള്ള ഒരു ബില്ല് പാസാക്കിയത്, നിങ്ങൾ പ്രമേയം പാസാക്കിയത്.